സുഹൃത്തുക്കളെ മൈക്കിയമ്മൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആവേശം ശരിക്കും ഒരു ആവേശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വയനാട്ടിലെ ആവേശം ടൂർണമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. സാധാരണ ആദ്യ റൗണ്ടുകളിൽ ഇത്രമാത്രം കാണികൾ ഒഴുകിയെത്തുന്ന ഒരു ടൂർണമെൻറ്റ് സാധാരണ വയനാട്ടിലെ അഖിലേന്ത്യാ സെവൻസ് കാണാറില്ല. പക്ഷേ നമ്മൾ അഖിലേന്ത്യയൊക്കെ കളിക്കാൻ പോയിരുന്ന കാലത്ത് ബാക്കി ജില്ലകളിലുള്ള കാണികളുടെ ഒഴുക്ക് കണ്ടിട്ട് പലപ്പോഴും ആശ്ചര്യപ്പെട്ട് പറയാം. ഈ ത്രോ ലൈൻ്റെയും അതുപോലെ തന്നെ കോർണർ ലൈൻ്റെ ഒക്കെ അടുത്ത് പോലും കാണികൾ ഇരിക്കുന്ന രൂപത്തിലുള്ള തിരക്ക്, നമുക്കൊരു കോർണർ എടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടുമായിരുന്നു. എന്തുകൊണ്ടാണ് വയനാട്ടിൽ കളി വെച്ച ഇത്ര കാണികൾ ഉണ്ടാവാതിരിക്കുന്നത് എന്ന് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ അതേ റേഞ്ചിലേക്ക് ഇപ്പോൾ വയനാട്ടിലെ ടൂർണമെൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും വയനാട്ടുകാർ മാത്രമല്ല, ബാക്കിയുള്ള ജില്ലക്കാർ പോലും വയനാട്ടിലേക്ക് വന്ന് കളി കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അഖിലേന്ത്യാ സെവൻസ് കേരളത്തിലെ പല സ്ഥലത്തു നിന്നും ഒരുപാട് കളികൾ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വൈബിലുള്ള ഒരു ടൂർണമെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അത് വയനാട്ടിലേക്ക് തന്നെ വരണം. വയനാട്ടിലെ അഖിലേന്ത്യാ സെവൻസ് ടൂർണമെൻറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലെ വയനാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതിസുന്ദരമായൊരു ക്ലൈമറ്റാണ്. നല്ല മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഗാലറിയിൽ ഇരുന്നിട്ട് നല്ല ചൂടുള്ള കളി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വയനാട്ടിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. വേറെ എവിടെയും ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് കളി ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലക്ക് പുറത്തുള്ള പല ആളുകളും ഇവിടെ വന്ന് കളി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചാൻസാണ് ഇത് കിട്ടിയിട്ടുള്ളത്. വന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കളി കാണുകയും ചെയ്യുക, അതോടൊപ്പം ഈ ക്ലൈമറ്റ് എൻജോയ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടീമിൻ്റെ കളി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ എന്താണ് കളിക്കുന്നത് എന്നുള്ളത് ഇതാ ഈ ഒരു നമ്പർ ഞാൻ തരാം. ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ വയനാട്ടിലേക്ക് ഇങ്ങോട്ട് കയറാം. വയനാട്ടിൽ കയറി ഈ മഞ്ഞത്തിരുന്ന് നല്ല കിടിലൻ തണുപ്പത്തിരുന്ന് നിങ്ങൾക്ക് ചൂടുള്ള കളി കാണുകയും അത് കഴിഞ്ഞ് ഒരു കട്ടനൊക്കെ അടിച്ച് നല്ല മൂടിപ്പൊതച്ച് കിടന്ന് പിറ്റേന്ന് വയനാടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതും നിങ്ങളെ ഫാമിലീൻ്റെ കൂടെ വരികയാണെങ്കിൽ, വൈഫിനെയും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ കൂട്ടി വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ കൂടിയാണ്. അപ്പോൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു കളി കണ്ട് വയനാട് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകൾ അതുപോലെ തന്നെ തട്ടുകടകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വ്ളോഗർമാരെ പേജുകളിലൊക്കെ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. നല്ലൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ്. വീണ്ടും പറയുന്നു, കാശ്മീരിൽ പോയിട്ട് കളി കാണുന്നത് പോലെ നിങ്ങൾക്ക് കളി കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വയനാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വന്ന് കളി കണ്ട് ഉഷാറായിട്ട് തിരിച്ചു പോയിക്കോളൂ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ ബൈ. بالتالي الجماهير الملكية تردد قل لي لماذا